പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും രേഖകളിൽ തിരിമറി നടത്തി 7 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഐ പറവൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന സമരം സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ.എം. ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ടെസ്റ്റുകൾക്കായി രോഗികളിൽ നിന്ന് പണം സ്വീകരിച്ച് രസീത് നൽകിയ ശേഷം അത് ഡിലീറ്റ് ചെയ്ത് പണം തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ ആശുപത്രി ഭരണം കൈവിട്ടു പോകാതിരിക്കാനും അതുവഴി അഴിമതി നടത്താനുള്ള പഴുതുകൾ തേടുകയാണ് നഗരസഭാ ഭരണം കൈയാളുന്ന കോൺഗ്രസും സ്ഥലം എംഎൽഎയുമായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ചെയ്യുന്നതെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ.എം. ദിനകരൻ പറഞ്ഞു. സർക്കാർ ആശുപത്രിയിൽ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും രേഖകളിൽ തിരിമറി നടത്തി 7 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഐ പറവൂർ മണ്ഡലം കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ ടേമിലും തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിയുടെ ചുമതല എന്ന് പറയുമ്പോൾ പറവൂർ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷ ചെയർപേഴ്സൺ, ആ ചെയർപേഴ്സണാണ് അതിൻ്റെ മുഖ്യമായ ചുമതലയുള്ള ആൾ. ഇത് ഇങ്ങനെ ഒരു സമരം നടത്താനിടയായ സാഹചര്യം, ഇങ്ങനെ ഒരു അഴിമതി അവിടെ നടന്നു, ചോദിക്കാൻ ആരുമില്ല. പലരും പത്രത്തില് ചില വാർത്തകൾ വന്നു എന്നൊഴിച്ചാൽ ഒരു പ്രസ്ഥാനവും തയ്യാറാകാതെ വന്ന സാഹചര്യത്തിലാണ് പാവപ്പെട്ടവന്റെ പൈസ അടിച്ചു മാറ്റിയ ഭരണാധികാരികളും അവരെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുടെയും പേരിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ചെയർപേഴ്സൺ അഭിമാനമുണ്ടെങ്കിൽ ഈ സ്ഥാനം രാജിവെക്കണം, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. വിവിധ ടെസ്റ്റുകൾക്കായി രോഗികളിൽ നിന്ന് പണം സ്വീകരിച്ച് രസീത് നൽകിയ ശേഷം രസീതുകൾ ഡിലീറ്റ് ചെയ്ത് പണം തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്നും താൽക്കാലിക ജീവനക്കാരായ 9 പേരാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 8 മാസങ്ങളിലായി ക്രമക്കേട് നടത്തിയതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പി.എൻ. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഏതാണ്ട് 7 ലക്ഷത്തോളം വരുന്ന തുക അടിച്ചു മാറ്റുന്ന സംവിധാനത്തിലേക്ക് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയം അടിയന്തരമായി വന്നപ്പോൾ അത്തരത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡിവിൻ കെ. ദിനകരൻ, മണ്ഡലം സെക്രട്ടറി എ.എം. ഇസ്മായിൽ, കെ.ബി. അറുമുഖൻ, എസ്. ശ്രീകുമാരി, എം.ആർ. ശോഭനൻ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് നിമിഷ രാജു, വർഗീസ് മാണിയാറ, കെ.എസ്. ശിവദാസൻ, എൻ.ആർ. സുധാകരൻ, കെ.സി. രാജീവ്, അജി മട്ടുമൽ, കവിത രാജേഷ്, സന്ധ്യ സുകുമാരൻ, അനിജ ബിജു, ടി.എ. ബഷീർ, എം.എ. സിറാജ്, വി.എ. താജുദ്ദീൻ, സി.ആർ. ബാബു എന്നിവർ നേതൃത്വം നൽകി. അത് ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. പറവൂർ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരും പറവൂർ നഗരസഭ ഭരിക്കുന്നവരും അവർ ഒത്താശയോടുകൂടി തന്നെ ഈ രാജ്യത്തിലെ ജനങ്ങളെ പിഴുതുകൊണ്ടിരിക്കുകയാണ്. പറവൂർ ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ സമരം. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായ ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ, ഗുരുതിപാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം, പറയകാട്.